മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ കേരളം. ജലനിരപ്പ് കൂട്ടുമെന്ന പ്രഖ്യാപനത്തിൽ കേരളം തമിഴ്നാട് സർക്കാരിനെ പ്രതിഷേധം അറിയിക്കും. ഒരു കാരണവശാലും ജലനിരപ്പ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഡാമിന്റെ സുരക്ഷയാണ് പ്രധാനമെന്നും മന്ത്രി മോൻസ് ജോസഫും വ്യക്തമാക്കി. തമിഴ്നാട് നീക്കത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കും. സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് നിരക്കാത്തതുമായ തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തോട് കേരളം ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരുമായുള്ള കൂടിയാലോചനയ്ക്കും അഭിപ്രായ സമന്വയത്തിനുമുള്ള ശ്രമം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. തമിഴ്നാടിന്റെ വെള്ളം കേരളത്തിന് സുരക്ഷ എന്നതാണ് സർക്കാരിന്റെ നിലപാട്. പുതിയ ഡാം നിർമ്മിക്കുക മാത്രമാണ് ശാശ്വത പരിഹാരമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ജലസേചന വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി വിഷയം ചർച്ച ചെയ്തു. മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിലേക്ക് കേരളത്തോട് ആലോചിക്കാതെ പ്രതിനിധി വെച്ചതിൽ നേരത്തെ കേന്ദ്ര ജല കമ്മീഷനെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. കേന്ദ്രം അതും പരിഗണിക്കുകയും കേരളത്തിന് പുതിയ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ അവസരം നൽകുകയും ചെയ്തു. അതനുസരിച്ച് മുൻപ് ഒഡീഷ സർക്കാരിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയായും ചീഫ് എഞ്ചിനീയറായും പ്രവർത്തിച്ചിട്ടുള്ള അശുതോഷ് ദാസിന്റെ പേരാണ് കേരളം നിർദ്ദേശിച്ചത്. ഈ പേര് കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ഇടുക്കി വിഷൻ, കുമ്പളി.